അങ്ങനെയാണല്ലേ? സർ, ഈ കൊച്ചിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള വിശദാംശങ്ങൾ ഈ തസ്ലീമ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയാം, അദ്ദേഹത്തിനെ ചോദിച്ചാൽ അറിയാൻ പറ്റും. AC-യാണ് അന്വേഷണം. തുടക്കം മുതൽ തന്നെ അവരത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സിനിമ അതേ രീതിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അല്ലെ? സിനിമാ ബന്ധങ്ങൾ. അതെ. ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഈ സിനിമാടന്മാർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പറഞ്ഞു? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്ന് 3 പേരെന്തോ ഹാജരാവുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ ഇപ്പോൾ ചിത്രത്തിലില്ലാത്ത മറ്റൊരു പ്രമുഖ നടന്റെ പിന്നിലുണ്ടെന്നുള്ള ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഓക്കെ, സ്മിത, ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം അന്വേഷണം നടത്തിയ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ CI മഹേഷാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യം ലഭിച്ചതും ഓമനപ്പുഴയിൽ നിന്നും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ആദ്യ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോടാണ് ആദ്യം ഈ പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 3 പേർ, അതായത് ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, K സൗമ്യ, ഒരു മോഡൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഈ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ 3 പേരുമായി സാമ്പത്തിക ഇടപാടുകളല്ല, ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. ഇനി അവരുടെ മൊഴി പൂർണ്ണമായി എക്സൈസ് വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ഒരു പക്ഷേ ഇത്തരത്തിൽ വിവാദത്തിൽ നിൽക്കുന്ന ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ എപ്പോഴും വിവാദത്തിലുള്ള നടന്മാരെ ഒന്നും കൂടി കുരുക്കിലാക്കാൻ, തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കസ്റ്റമർ ആരാണ് അല്ലെങ്കിൽ ഉറവിടം എന്താണെന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്നുള്ള സംശയം എക്സൈസിനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നടന്മാരെ വിളിച്ചു വരുത്തി അവരുടെ വെർഷൻ, അവർക്ക് എന്താണ് പറയാനുള്ളത്, അവർ ഏത് തരത്തിലാണ് ഇവരെ ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇവരുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, പൂർവ്വകാലത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തുള്ളത്. എന്താണെങ്കിലും ഷൈൻ ടോം ചാക്കോ ഇന്ന് നേരത്തെ തന്നെ ഈ എക്സൈസ് ആസ്ഥാനത്ത് എത്തിയതിന്റെ പിന്നിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ള കാര്യം തന്നെയായിരിക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്തെങ്കിലുമൊക്കെ തന്നെ കമന്റ് പറഞ്ഞിരുന്ന ഷൈൻ ടോം ചാക്കോ ഇത്തവണ നിശബ്ദനായിരുന്നു. ഒരു അക്ഷരം പോലും മാധ്യമങ്ങളോട് അയാൾ സംസാരിച്ചിട്ടില്ല. ഇനി ശ്രീനാഥ് ഭാസിയും ഇനി കൊച്ചിയിലെ മോഡൽ പാലക്കാട് സ്വദേശി സൗമ്യയെ കൂടി 10 മണിക്കാണ് ഹാജരാക്കേണ്ടത്. അവർ കൂടി നേരത്തെ എത്തുമോ എന്നത് കൂടി നോക്കി അറിയേണ്ടത്. 9 മണിക്കാണ് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ ഈ ചോദ്യം ചെയ്യൽ ആരംഭിക്കുക. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മടങ്ങിപ്പോകാമെന്ന് ഷൈൻ ടോം ചാക്കോയോട്, തിരക്കില്ലെങ്കിൽ ഈ മൊഴികളിൽ മറ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ ഉച്ചയോടുകൂടി മടങ്ങിപ്പോകാമെന്ന് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ഷൈൻ ടോം ചാക്കോയോട് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ചോദ്യം ചെയ്യൽ 9 മണിയോടെ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ് ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത്.